യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഒരേ സ്ക്രീനിൽ 2 വീഡിയോസ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ അപ്ഡേഷൻ അനുസരിച്ച് കുറച്ച് ലോഡിംഗ് എടുക്കും. ഇനി ഫ്രീസ് ആവുന്നുണ്ടോ സെക്കൻഡ് ലെയർ ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസിന് സെക്കൻഡ് ലെയർ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ്, ചേച്ചി എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ 2 ലെയർ വീഡിയോസ്, അതായത് ഒരേ സ്ക്രീനിൽ 2 വീഡിയോസ് കാണിക്കുന്നത് എങ്ങനെയെന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നും അതുപോലെ 2 ലെയർ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചാണ്, ചേച്ചി എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇൻഷോട്ട് VN ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനറിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വേർഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ആദ്യം എങ്ങനെയാണ് നമ്മുടെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് 2 ലെയർ വീഡിയോസ് അതിൽ കൂടെ ആഡ് ചെയ്യേണ്ടത്, പിന്നെ വോയിസ് ഓവർ എങ്ങനെ കൊടുക്കാം, എഫക്റ്റ് എങ്ങനെ കൊടുക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഈ കാണിക്കുന്നതാണ് ഇൻഷോട്ട് ആപ്പ്. ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ എഡിറ്റിംഗ് ആപ്പാണ്. അതുപോലെ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഇൻഷോട്ട് ആപ്പിൽ ലഭ്യമാണ്. വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വിത്തൗട്ട് വാട്ടർമാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഇൻഷോട്ട് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തേത് വീഡിയോ, രണ്ടാമത്തേത് ഫോട്ടോ, മൂന്നാമത്തേത് കോളേജ്. ഇതിൽ നമുക്ക് ആവശ്യം വീഡിയോ ആണ്. വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഗാലറിയിലേക്ക് ഡയറക്റ്റായി പോകും. അവിടെ നിന്നും നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് സെലക്ട് ചെയ്യുക. ഞാൻ ലോങ് വീഡിയോസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനെയാണ് ഇപ്പോൾ ലോങ് വീഡിയോസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഫോണ് ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ച് വേണം, ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ച് വേണം ഷൂട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ ഷോർട്സ് ആണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് വെർട്ടിക്കൽ ആയിട്ട്, അതായത് ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് വെച്ച് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് സെലക്ട് ചെയ്യുക. കുറച്ച് ലോഡിംഗ് എടുക്കും. ഇനി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട കറക്റ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സൈഡിൽ കാണുന്ന ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 16:9 എന്ന് പറയുന്ന റേഷ്യോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട റേഷ്യോയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വീഡിയോയിൽ ഇനി ആവശ്യമില്ലാത്ത പാർട്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവാക്കണം. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. ചാനൽ ഫ്രീസ് ആവുന്നുണ്ടോ? ഇനി ഫ്രീസ് ആവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു ഭാഗം വരെ എനിക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി അത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന വീഡിയോയുടെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് പോർഷൻ മുതൽ ഏത് പോർഷൻ വരെയാണോ വേണ്ടാത്തത് അവിടെ കൊണ്ടുവന്ന് ഈ ലൈൻ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് മുകളിൽ കാണുന്ന സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ വീഡിയോ 2 പാർട്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടാത്തത് അവിടെ നിങ്ങൾക്ക് കുറയ്ക്കുകയോ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ബേക്ക് പോയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യമില്ലാത്ത വീഡിയോയുടെ പോർഷൻസ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെക്കൻഡ് ലെയർ ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന പിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മുടെ ഗാലറി ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സെക്കൻഡ് ലെയറിന് ആവശ്യമായിട്ട് ഉള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നമ്മുടെ ആവശ്യാനുസരണം സ്ക്രീനിന്റെ ഏത് ഭാഗത്താണോ സെറ്റ് ചെയ്യേണ്ടത് അത് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക.
അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഈ സെക്കൻഡ് ലെയർ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെയർ വീഡിയോ ക്ലിക്ക് ചെയ്ത് വോളിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഈ സെക്കൻഡ് ലെയർ വീഡിയോയ്ക്ക് സൗണ്ട് വേണ്ട എന്നതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുന്നു. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെ സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഫസ്റ്റ് ലെയർ വീഡിയോയ്ക്ക് അനുസരിച്ച് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആവശ്യമില്ലാത്ത ഭാഗം സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ കൊടുത്ത വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസിന് സെക്കൻഡ് ലെയർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വോയിസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് ഓവർ നൽകാവുന്നതാണ്. നിങ്ങൾ കൊടുത്ത വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിലോ, ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ കൊടുത്ത വോയിസ് ഓവറിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഡിലീറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് പാർട്ടാണോ വേണ്ടാത്തത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ നിങ്ങളുടെ വീഡിയോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എഫക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഒത്തിരി എഫക്ട്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൽ ഏതെങ്കിലുമൊക്കെ എഫക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇനിയും ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇൻഷോട്ടിൽ കാണാനായിട്ട് കഴിയും. നമ്മുടെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് ബ്ലറർ ആക്കണം എന്നുണ്ടെങ്കിൽ ബ്ലറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്ലറർ കൊടുക്കാം. ഇങ്ങനെ ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ ഇൻഷോട്ടിൽ കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വീഡിയോയിൽ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഈ വാട്ടർമാർക്ക് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് എന്ന് എഴുതിയിരിക്കുന്ന വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ താഴെ കാണുന്ന ഫ്രീ റിമൂവ് എന്ന് പറയുന്നത് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സിന്റെ ആഡ് വരും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആഡ് വാച്ച് ചെയ്താൽ മതി. വാട്ടർമാർക്ക് അവിടെ നിന്ന് റിമൂവ് ആയി പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാലറിയിലേക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഐഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 4K ക്വാളിറ്റിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ 4K സെലക്ട് ചെയ്തു. മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എഡിറ്റ് ചെയ്ത വീഡിയോ ഇവിടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻഷോട്ട് ആപ്പിലൂടെ എത്ര ഈസി ആയിട്ട് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്നും അതുപോലെ എൻ്റെ വീഡിയോസ് ഞാൻ എങ്ങനെയാണ് ഇൻഷോട്ടിലൂടെ എഡിറ്റ് ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.